ധനികനായ മനുഷ്യന്റെ അടുക്കൽ യാചകൻ ഭിക്ഷ ചോദിച്ചെത്തി. ധനികൻ യാചകനോട് ചോദിച്ചു, നാളിതുവരെ നീ വാങ്ങുന്നതല്ലാതെ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അയാൾ പറഞ്ഞു, ഇല്ല. എന്നാൽ ഞാനും നിനക്കൊന്നും തരുന്നില്ല. ധനികന്റെ മറുപടി കേട്ട് യാചകൻ മുറിവേറ്റ ഹൃദയത്തോടെ മടങ്ങിപ്പോയി. അയാൾ എല്ലാ ദിവസവും ഭിക്ഷ യാചിക്കുന്ന താഴ്വാരത്തിലെത്തി. അവിടെ മനോഹരമായ പൂക്കളുള്ള താഴ്വാരമാണ്. ആ മനോഹരമായ പൂക്കളിൽ ഓരോന്ന് പറിച്ച് തൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്നവർക്ക് അയാൾ പിറ്റേ ദിവസം മുതൽ നൽകുവാൻ തുടങ്ങി. അത് വാങ്ങുമ്പോൾ അവർ ഒന്ന് പുഞ്ചിരിക്കും. അത് ആ യാചകന് ഏറെ സന്തോഷമായി. പിറ്റേനാൾ മുതൽ അയാൾ ഈ പതിവ് തുടർന്നുകൊണ്ടേയിരുന്നു. ഒരിക്കൽ ഒരാൾ പറഞ്ഞു, നീ ഇങ്ങനെ സൗജന്യമായി പൂവ് കൊടുക്കുന്നതിന് പകരം ഒരു ചെറിയ വില പൂവിനിടുക, അത് നിനക്കൊരു വലിയ സഹായമാകും. അയാൾ അതനുസരിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ ചെറിയ വിലയ്ക്ക് പൂക്കൾ വിൽക്കുവാൻ തുടങ്ങി. കാലക്രമേണ അത് മനോഹരമായ പൂക്കൾ വിൽക്കുവാന്ന സാഹചര്യത്തിലേക്ക് എത്തി. പൂക്കൾ ഇറക്കുമതി ചെയ്ത് വലിയ വിലയ്ക്ക് വിൽക്കുവാൻ തുടങ്ങി. അങ്ങനെ ക്രമേണ അയാൾ നല്ലൊരു വ്യാപാരിയായി മാറി. വലിയ വ്യാപാരികളുടെ സമ്മേളനത്തിൽ അയാൾ എത്തിച്ചേർന്നു. അങ്ങനെ ആദ്യം അയാൾ ഭിക്ഷ യാചിച്ചെത്തിയ ആ വലിയ ധനികന്റെ അടുക്കലേക്ക് കടന്നു ചെന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങേക്ക് എന്നെ മനസ്സിലായോ? ആ ധനികൻ പറഞ്ഞു, ഇല്ല. ഒരിക്കൽ അങ്ങയുടെ വാക്കാണ് എന്നെ ഇന്ന് ഈ വലിയ നിലയിൽ എത്തിച്ചേർന്നു. അയാൾ ആ കഥ മുഴുവൻ അയാളെ പറഞ്ഞു കേൾപ്പിച്ചു. ജീവിതത്തിൽ ചില വാക്കുകൾക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാനുള്ള കഴിവുണ്ട്. അത് കേൾക്കുവാനും ഹൃദയത്തിലേക്ക് സംശീകരിക്കുവാനും പ്രാവർത്തികമാക്കാനും നമുക്ക് മനസ്സുണ്ടാകണം എന്ന് മാത്രം. ശരിയല്ലേ? എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.